കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ പലതരത്തിൽ എങ്ങനെയാണ് ക്രിസ്മസ് ട്രീസ് വരയ്ക്കുന്നതെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നതിൽ ഞാൻ വരച്ചൊരു ക്രിസ്മസ് ട്രീ ആണ് ഇന്നും ഞാൻ വരയ്ക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അന്ന് ഒറ്റ കളർ കൊണ്ട് മാത്രമാണ് വരച്ചത്, ഇന്ന് പല കളർ കൊണ്ട് വരയ്ക്കുന്നു. ഇതിപ്പോൾ ഞാൻ റഫായിട്ടൊന്ന് വരച്ചു നോക്കുന്നത്. ശരിക്കും എനിക്ക് ഇതിലല്ല വരയ്ക്കേണ്ടത്. ഇന്നലെ ഉണ്ടാക്കിയ ക്രിസ്മസ് കാർഡിൽ ഒരു സൈഡ് വെറുതെ ഒഴിഞ്ഞെടുക്കണുണ്ടപ്പോൾ അവിടെ എന്തെങ്കിലും വരയ്ക്കണമല്ലോ എന്ന് വെച്ച് ഞാൻ വരച്ച് നോക്കിയതാണിത്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പച്ച കളറിൽ മാത്രമാണ്, പിന്നെ അതിൽ ജസ്റ്റ് ഒരു റെഡോ യെല്ലോ ഡോട്ടൊക്കെ കൊടുക്കും, അത്രയേ ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ കയ്യിലുള്ള എല്ലാ കളറും തന്നെ എടുത്തടിക്കാം. ഇത് നിങ്ങളൊന്ന് വരച്ചു നോക്കട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. ഇത് വരയ്ക്കാൻ അങ്ങനെ പടം വരെ അറിയണം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ക്രിസ്മസ് കാർഡിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കഴിഞ്ഞ ദിവസം കുഞ്ഞുവിൻ്റെ ഫ്രണ്ട്സിന് ക്രിസ്മസ് കാർഡൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുഞ്ഞുവിന് ക്രിസ്മസ് കാർഡൊന്നും കിട്ടിയില്ല എന്നൊരു സങ്കടം. അപ്പം ഞാൻ ഓർത്തു എന്നത് കുഞ്ഞുവിന് ഗിഫ്റ്റ് ചെയ്യാം. കുഞ്ഞു ആയതുകൊണ്ട് തന്നെ ഈ സൈഡ് എന്താ വെറുതെ കിടക്കണേന്നൊക്കെ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും. അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ വരയ്ക്കുന്നത്. ആദ്യം ഇതിലെന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് സാന്റാക്ലോസിൻ്റെ. പക്ഷേ ഞാൻ പോയി നോക്കിയിട്ട് എനിക്ക് അങ്ങനെ നല്ല സ്റ്റിക്കേഴ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് മതി അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.